എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വിദ്യാർത്ഥികൾ ഒരുപാട് എന്നോട് ചോദിച്ചത് കൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഇനി എന്നായിരിക്കും ഞങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റുക എന്നുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, ചാനലൊന്ന് ഫോളോ ചെയ്ത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റുകളും മറ്റ് വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് അതായത് സമയം നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ ഇനി എപ്പോഴാണ് ഞങ്ങൾക്ക് എഴുതാൻ സാധിക്കുക? അത് പല വിദ്യാർത്ഥികൾ നമ്മൾ ചോദിക്കുന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ പരീക്ഷ മാർച്ചിലാണ് ഉണ്ടാകുക. അതായത് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്ന 6ാം സെമസ്റ്റർ പരീക്ഷയിൽ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ വരുന്ന വർഷം മാർച്ചിലാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക. അല്ലാതെ SLC +2 ഒക്കെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതിൽ തോക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ഒരു മാസത്തിനുള്ളിലൊക്കെ സപ്ലിമെൻ്ററി എക്സാം നടക്കാറുണ്ട്. അതുപോലെ ഡിഗ്രിക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ സപ്ലി വന്നു, ഇപ്പോൾ 6ാം സെമസ്റ്റർ മാത്രമല്ല, 6ാം സെമസ്റ്ററിൻ്റെ കാര്യം നമ്മളിപ്പോൾ പറയുന്നുണ്ടെങ്കിലും ഏതൊരു സെമസ്റ്ററിൻ്റെ കേസ് എടുത്താലും ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു സെമസ്റ്ററിൽ നമ്മൾക്കിപ്പോൾ സപ്ലി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പരീക്ഷ ജൂനിയേഴ്സിനൊപ്പം മാത്രമേ എഴുതാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ 6ാം സെമസ്റ്ററിൽ നടന്ന 6ാം സെമസ്റ്ററിൽ നിങ്ങൾക്ക് സപ്ലി വന്നു കഴിഞ്ഞാൽ വരുന്ന മാർച്ച് മാസം എന്ത് ചെയ്യാം, നിങ്ങളുടെ ജൂനിയേഴ്സ്, ഇപ്പോൾ സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജൂനിയേഴ്സ് പരീക്ഷ എഴുതുന്നതിനോടൊപ്പം മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. പിന്നെ റിസൾട്ട് വന്നു തോറ്റ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഫർദർ സ്റ്റഡീസിന് ഇപ്പം മാർച്ച് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഇപ്പോൾ 6ാം സെമസ്റ്ററിൽ ഇപ്പോൾ 5 സെമസ്റ്ററുകൾ വിജയകരമായി പൂർത്തീകരിച്ചു, 6 സെമസ്റ്ററിൽ സപ്ലി ഉണ്ടായി. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യം ഒരു വിദ്യാർത്ഥിയുടെ ഒരു വിദ്യാർത്ഥി മാത്രമല്ല വിദ്യാർത്ഥിനിയുടെയും ഒരു വർഷം പോകുന്ന ഒരു ഘട്ടമാണ്. അവിടെ ഒരു വർഷം ഡിലേ വരും ഡിഗ്രി കിട്ടാൻ. ഈ സാഹചര്യത്തിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വർഷം പോകാതെ നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്ന 3 ഓപ്ഷനാണ് ഉള്ളത്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് പബ്ലിഷ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണിക്കുള്ള ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഏതാണോ കംഫോർട്ടബിൾ എന്ന് നോക്കി അവ നൽകുക. ഇത് 3 മാത്രമാണ് നമുക്കിപ്പോൾ ഈ വർഷം തന്നെ ഡിഗ്രി ലഭിക്കാനുള്ള ഏക കോംവഴി എന്ന് പറയുന്നത്. ഈ 3 സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഈ 3 സംവിധാനങ്ങൾ നമ്മൾ നോക്കിയിട്ടും നമുക്ക് ആ വിഷയത്തിൽ ജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പിന്നീട് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി എക്സാം വരുന്ന മാർച്ച് മാസത്തിൽ മാത്രമാണ് എഴുതാൻ സാധിക്കുക. തീർച്ചയായും മാർച്ച് മാസം എന്ന് പറയുമ്പോൾ ഇനി 1 ഇയറും കൂടി ഉണ്ട്, ഒരു 8 മാസം കൂടി, ഒരു 10 മാസം ഇനിയും ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. സമയമുണ്ട്. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഒക്കെ വരികയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ IGNOU പോലുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം എന്ത് ചെയ്യാറുണ്ട്, ഈ സപ്ലിമെൻ്ററി എക്സാം നേരത്തെ വിളിക്കാറുണ്ട്. പക്ഷേ കേരളത്തിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളൊന്നും അതുപോലൊരു അവസരം ഇപ്പോൾ നേരത്തെ എഴുതാനുള്ള അവസരം കൊടുക്കാറില്ല. എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് തീർച്ചയായും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യും. ഒരുപാട് വിദ്യാർത്ഥികൾ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ. അപ്പോൾ പുതിയ കാണുന്നവരെ മെനി മിസ്കർ ദ ഫോൺ സബ്സ്ക്രൈബ് ഫോർ ദ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.